പൂച്ചയുടെ വാല് കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ആരാണ് കോഴി വാലുന്നത്? ഈ കളർ കണ്ടിട്ടുണ്ടോ? ഈ കളർ കണ്ടിട്ടുണ്ടോ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളായിട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു ചെടിയുടെ പേര് കിട്ടിയോ. ഞങ്ങളുടെ ഇവിടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ കോഴിവാലൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ നിൽക്കുന്ന ചെടിയുടെ റിയൽ നെയിം പൂച്ചവാലൻ എന്നാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചു കോഴിവാലൻ എന്ന്. നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ നാട്ടുമൃഗങ്ങളെല്ലാവരും പണ്ട് മുതൽക്കേ പറഞ്ഞു കേട്ടിട്ടുള്ളത് കോഴിവാലൻ എന്നാണ് കേട്ടോ. കേരളത്തിൽ ഉദ്യാനങ്ങളിലും വീടുകളിലും ധാരാളമായി കണ്ടുവരുന്ന അലങ്കാര സസ്യമാണ് നമ്മുടെ ഈ പൂച്ചവാലൻ ചെടി. ഇടതൂർന്ന് നിൽക്കുന്ന കടും പച്ച ഇലച്ചാർത്തുകൾക്കിടയിൽ ചുമന്ന നിറത്തിൽ പൂച്ചവാലിന് സദൃശ്യമായി പൂങ്കുലകളോടെ ഈ ചെടി കാണപ്പെടുന്നു. നല്ല ജലാംശം കൂടിയ മണ്ണും ചൂടുള്ള കാലാവസ്ഥയും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പൂച്ചവാലൻ ചെടി കേട്ടോ. തെളിഞ്ഞ സൂര്യപ്രകാശമുള്ള അന്തരീക്ഷത്തിൽ ഈ ചെടി നന്നായി വളരും. ആവശ്യത്തിന് വെള്ളവും വളവും ലഭിച്ചാൽ ഈ ചെടി തഴച്ചു വളരുകയും ധാരാളം പൂങ്കുലകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പൂച്ചവാലൻ ചെടിയുടെ കമ്പ് മുറിച്ചു നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അതെ, മുറിച്ചെടുത്ത കമ്പുകൾ മണൽ കലർന്ന വള മിശ്രിതത്തിൽ നട്ടാണ് വേര് പിടിപ്പിക്കുന്നത്. വളപ്രയോഗത്തോട് നന്നായി പ്രതികരിക്കുന്ന ഈ ചെടി വളരെ എളുപ്പം വീട്ടുമുറ്റങ്ങളിൽ വളർത്തിയെടുക്കാവുന്ന ഒരു അലങ്കാര ചെടിയാണ് കേട്ടോ. നമ്മുടെ ഈ ചെടിക്ക് അഗാലിഫ ഗിസ്പിഡ എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. ചെനൈൽ സസ്യമാണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു കുറ്റിച്ചെടിയായിട്ടാണ് അവർ കണക്കാക്കുന്നത് കേട്ടോ. അഗാലിഫിനെ എന്ന ഉപകുടുംബത്തിലും അഗാലിഫ ജനുസിലും യൂഫോർമിയേസി കുടുംബത്തിലെ 4ാമത്തെ വലിയ ജനുസുമാണ് നമ്മുടെ അഗാലിഫ എന്ന് പറയുന്ന ഈ ചെടി കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൂച്ചവാലൻ എന്ന് പറയുന്ന ചെടി. നമ്മുടെ ഈ പൂച്ചവാലൻ ചെടിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഏഷ്യയിൽ, പ്രത്യേകിച്ച് മലേഷ്യ, പാപ്പുവേഷ്യ എന്നിവിടങ്ങളിലാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ഈ ചെടി ഇപ്പോൾ അമേരിക്ക, മെക്സിക്കോ, നിക്കരാഗ്വ, ബെലീസ് എന്നിവയുൾപ്പെടെ വടക്കേ അമേരിക്കയിലെ ഒന്നിലധികം രാജ്യങ്ങളിൽ ഇത് സ്വാഭാവികമായി വളരുന്നു. കൃഷിയിൽ പ്രത്യേകിച്ച് ഒരു വളപ്രയോഗമോ ഒന്നും ഇതിനാവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ പൂച്ചവാലൻ ചെടി നമുക്ക് ചെടിച്ചട്ടിയിൽ നടാൻ കഴിയും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് നല്ല മനോഹരമായി നിർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് 3 മുതൽ 6 അടി വരെ ഉയരം വയ്ക്കാവുന്ന ഒരു ചെടി കൂടെയാണ് ഇത്. നമ്മുടെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഒരു ഡയോസിയസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ സസ്യം ഒരു ഡയോസിയസ് ആണ്. അതിനാൽ ഈ ഇനത്തിൽ വ്യത്യസ്തത എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് പെൺ അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത അംഗങ്ങളുണ്ട് കേട്ടോ. പെൺസസ്യത്തിൽ 0.7 മില്ലിമീറ്റർ നീളവും പർപ്പിൾ മുതൽ കടും ചുവപ്പ് വരെ നിറങ്ങളുള്ള പിസ്റ്റിലൈറ്റ് പൂക്കൾ ഉണ്ടാകുന്നു. കൂടാതെ 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നീളത്തിൽ വളരാൻ ഈ ചെടിക്ക് സാധിക്കുന്നു. നമ്മുടെ ഈ പൂച്ചവാലൻ ചെടിയുടെ ഇലകൾ വലുതും നല്ല ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ തിളക്കമുള്ള പച്ച മുതൽ ചുവപ്പ് കലർന്ന ഒരു ചെമ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് കളറാണ് നമ്മൾ ഇതിൻ്റെ ഇലയ്ക്ക് വരുന്നത്. ഒരു നമ്മളെ വെയിലത്ത് ഒരു തിളക്കമുള്ള ഒരു ഇലകളാണ് നമുക്കിതിന് കാണാൻ കഴിയുന്നത്. ഈ നമ്മുടെ ഈ പൂച്ചവാലൻ ചെടിക്ക് വെളിച്ചം അഥവാ സൂര്യപ്രകാശം അത്യാവശ്യം ചെറിയ രീതിയിൽ ആവശ്യമാണ്. എന്നാലും നമ്മൾ വീട്ട് ചെടിയായിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ അതിന് ഒരു തിളക്കമുള്ള വെളിച്ചം, ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രകാശം മാത്രം മതിയാവും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഓവറായിട്ട് നല്ല രീതിയിൽ വളർന്ന് കയറാത്ത രീതിയിൽ നല്ലൊരു ഒരു കുറ്റിച്ചെടി എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിർത്താൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ പൂച്ചവാലൻ ചെടി. മണലും ജൈവവസ്തുക്കളും ധാരാളമായി അടങ്ങിയ ഒരു അയഞ്ഞ ഒരു മിശ്രിതം അത് നമ്മുടെ ചെടിച്ചട്ടിയിലാക്കി നടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും കേട്ടോ. നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും. നമ്മുടെ ഈ പൂച്ചവാലൻ ചെടിയെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനയ്ക്കണം കേട്ടോ. എന്നാൽ മഴക്കാലത്താണെങ്കിൽ ഇത് നനവ് വളരെ കുറച്ച് മതിയേ. ഇത് സാധാരണയായി വെട്ടിയെടുത്ത് വളർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ പൂച്ചവാലൻ ചെടിയുടെ വേരുകൾ, ഇലകൾ, പൂക്കൾ എന്നിവ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സസ്യം രോഗങ്ങളെ വളരെ പ്രതിരോധിക്കും.
നമ്മുടെ കുടുംബ വീട്ടിൻ്റെ മുൻവശത്തായിട്ട് നിന്ന ഒരു പൂച്ചവാലൻ ചെടിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു ചെടിയാണ്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഇത് പൂത്തു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതും ആ മഞ്ഞപ്പൂ കണ്ടപ്പോഴാണ് കേട്ടോ നമ്മളിത് പെട്ടെന്ന് ശ്രദ്ധിച്ചത്. കാരണം നമ്മൾ എല്ലായിടത്തും ഈ റെഡ് കളർ കണ്ടിട്ട് പെട്ടെന്ന് മഞ്ഞ കണ്ടപ്പോൾ നമ്മൾ വേറെ എങ്ങും കണ്ടിട്ടില്ലായിരുന്നു. എന്താണെങ്കിലും വളരെ മനോഹരമായ ഈ ചെടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആവട്ടെ എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മുടെ അങ്ങ് ഉറപ്പിക്കുക ചെയ്തതല്ലേ. നോക്കിയപ്പോൾ വിക്കിപീഡിയയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിക്കിപീഡിയയിലുണ്ട്. അതുപോലെ ഇത് ഒരു ആയുർവേദ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഉറപ്പായും ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ്. ഇത് നമ്മൾ നട്ടിരിക്കുന്നല്ല കേട്ടോ, ഇത് അല്ലാതെ നിന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചരണോ വെട്ടി നിർത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒരു മൂട്ടിൽ തന്നെയാണ് വേറെയും തൈകൾ ഇങ്ങനെയൊക്കെ വന്ന് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല പൊക്കത്തിലാണ്. എന്താണെങ്കിലും ഞങ്ങൾ ഒരു തൈ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു തൈ എടുത്തു. അപ്പൊ നമുക്കിനി ഇത് നമ്മൾ നട്ട് വളർത്തിയിട്ട് എങ്ങനെ കുറ്റിയായിട്ട് നിർത്താമെന്നുള്ള നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂവൊക്കെ ഒന്ന് പറിച്ച് നിങ്ങൾക്കായിട്ട് കാണിക്കാനുണ്ട്. നല്ല നീളം അടിപൊളിയാണ്. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വീട്ടിലെ കോഴിവാലൻ. അതെ കോഴിവാലൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കോഴിവാലൻ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ പൂച്ചവാലൻ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാൻ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.